ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഒരുപാട് കഴിവുകൾ ഉള്ളിലുണ്ടായിട്ടും അത് പുറത്തെടുക്കാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. പലപ്പോഴായി എൻ്റെ പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ഭയം, അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലെ ഡിസ്കഷൻ പോയിന്റ്. ഒരു ഗ്യാതറിങ്ങോ ഒരു ക്രൗഡോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയം തോന്നാറുണ്ടോ? ഒരാൾക്കൂട്ടത്തെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുതെ ആണെങ്കിലും ഒരു ആങ്സൈറ്റി ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ സോഷ്യൽ ഫോബിയ എന്നുള്ള ഒരവസ്ഥ നിങ്ങൾക്കുമുണ്ട്. എങ്ങനെ സോഷ്യൽ ഫോബിയ എന്ന ഈ അവസ്ഥയെ തരണം ചെയ്യാം? കാരണം സോഷ്യൽ ഫോബിയ എന്ന അവസ്ഥയെ തരണം ചെയ്താൽ മാത്രമേ നമുക്കുള്ളിലെ പല കഴിവുകളെയും പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ സോഷ്യൽ ഫോബിയയെ അതിജീവിക്കാം എന്ന ഈ വീഡിയോ വ്ളോഗിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. സോഷ്യൽ ഫോബിയയെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്നോളജ് ആൻഡ് സെറ്റ് എ ഗോൾ. നിങ്ങൾക്ക് സമൂഹത്തെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ ഭയമുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. കാരണം നമ്മളത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് എവിടെയാണോ കുഴപ്പമുള്ളത് അത് അംഗീകരിക്കുന്ന വഴി യഥാർത്ഥത്തിൽ ആ കുഴപ്പത്തെ അതിജീവിക്കാനുള്ള ഒന്നാമത്തെ പടവ് നമ്മൾ ചവിട്ടുകയാണ്. അക്നോളജ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്ത് ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ള കർത്തവ്യം നിർവഹിക്കുക. അത് അംഗീകരിച്ച ശേഷം നമുക്ക് അതിജീവിക്കാനായി ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഇത്ര നാൾക്കുള്ളിൽ എൻ്റെ സോഷ്യൽ ഫോബിയ എന്നുള്ള ഇഷ്യൂവിനെ ഞാൻ അഡ്രസ്സ് ചെയ്യുമെന്നും അത്തരത്തിലുള്ള ഭയങ്ങളെയൊക്കെ ഞാൻ അതിജീവിക്കുമെന്നും കൃത്യമായി ഒരു തീരുമാനമെടുക്കുക. So step number 1, acknowledge and set a goal to overcome it. അക്നോളജ് ചെയ്ത് അതിനെ അതിജീവിക്കണമെന്ന് കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്ത ആളാണ് നിങ്ങളെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ടത് വിഷ്വലൈസ്. കൃത്യമായ രീതിയിൽ മനസ്സുകൊണ്ട് നിങ്ങൾ സോഷ്യൽ ഫോബിയയെ അതിജീവിച്ചതായി വിഷ്വലൈസ് ചെയ്യുക. പല തവണകളിലായി അത് കാണാൻ തയ്യാറാവുക. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും 2 തവണ സംഭവിച്ചതാണ്. ആദ്യം ഒരു വ്യക്തിയുടെ മനസ്സിനുള്ളിലും രണ്ടാമത് റിയൽ വേൾഡിലും. ഏത് ബിൽഡിംഗ് വേണമെങ്കിലും എടുത്തു നോക്കൂ. ആ ബിൽഡിംഗ് ആദ്യം ഒരു എഞ്ചിനീയറുടെ മനസ്സിലുണ്ടാവുകയും തുടർന്ന് അത് റിയാലിറ്റിയിൽ ഉണ്ടാവുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ സോഷ്യൽ ഫോബിയ ഇല്ലാത്തൊരു വ്യക്തിയായി സമൂഹത്തിനിടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ വളരെ കോൺഫിഡൻ്റായി സംസാരിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ സ്വയം വിഷ്വലൈസ് ചെയ്യുക. തുടക്കത്തിൽ ഒരു പക്ഷേ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ കാണും, പക്ഷെ മുൻപോട്ട് പോകുന്ന സമയത്ത് ഇത് സാധ്യമാവും. നിങ്ങൾക്ക് അത്തരത്തിൽ സമൂഹത്തെ ഭയമുണ്ടെങ്കിൽ, ആൾക്കൂട്ടത്തെ ഭയമുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ധീരന്മാരായ ആളുകളൊക്കെ ജനനം കൊണ്ട് ധീരന്മാരായ ആളുകളല്ല, മറിച്ച് അവർക്കുണ്ടായിരുന്ന പല പേടികളെയും അതിജീവിച്ചതുകൊണ്ടാണ് അവരെ നമ്മൾ ധീരന്മാരെന്ന് വിളിക്കുന്നത്. പേടിയുള്ളത് തെറ്റൊന്നുമല്ല, അതിനെ അതിജീവിക്കാതിരിക്കലാണ് യഥാർത്ഥത്തിൽ തെറ്റ്. അതുകൊണ്ട് കൃത്യമായി പല തവണകളിൽ നിങ്ങളെ ഒരു ധീരനായി, നിങ്ങൾക്ക് സമൂഹത്തെ ഭയമില്ലാതെ നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരാളായി വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. മൂന്നാമതായി ചെയ്യേണ്ടത് സ്റ്റാർട്ട് ആക്ഷൻ. പ്രവർത്തനം ആരംഭിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കൃത്യമായി ലിസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു റെയിൽവേ സ്റ്റേഷനിലെ ക്രൗഡാണ് നിങ്ങൾക്ക് പ്രോബ്ലമെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. അതല്ല, ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നതെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യുക. ഇതൊന്നുമല്ല, നിങ്ങൾ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളെ കാണുന്നതാണ് പ്രോബ്ലമെങ്കിൽ അതും ലിസ്റ്റ് ചെയ്യാം. ഇത്തരത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചെയ്യുക. ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ. എങ്ങനെ ആക്ഷൻ എടുക്കാം? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുക എന്നുള്ളതാണ് പരിഹാരം. നമ്മുടെ സുഹൃത്തിൻ്റെ ആ ഒരു സഹായം ലഭിക്കുമ്പോൾ തീർച്ചയായും നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പലതവണ നിന്ന് കഴിയുമ്പോൾ നാം പോലും അറിയാതെ സോഷ്യൽ ഫോബിയയെ അതിജീവിക്കാനുള്ള ഒരു മനോബലം കൈവരിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത ശേഷം നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു 25 സോഷ്യൽ ഒക്കേഷൻസ് എഴുതി വയ്ക്കാൻ തയ്യാറാവുക. ആ എഴുതി വെച്ച ഓരോ ലൊക്കേഷനുകളിലും നിങ്ങളൊരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ചെന്ന് നിൽക്കാനും അവിടുത്തെ ഭയത്തെ അതിജീവിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കാനും തയ്യാറാവുക. അങ്ങനെ 25 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് ഓരോന്നോരോന്ന് അച്ചീവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് നാലാമത് ചെയ്യേണ്ടത് സ്റ്റാർട്ട് സെൽഫ് റിവാർഡിങ്. നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുന്ന, നിങ്ങൾക്ക് തന്നെ സമ്മാനം കൊടുക്കുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുക. ഇതിലെ 25 പടവുകളിലെ ഓരോന്നോരോന്ന് അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും ഒരു അംഗീകാരം നൽകാം. കാരണം ലോകത്തിൽ ഭയത്തേക്കാൾ ശക്തമായ ഒരു ഇമോഷനാണ് സെൽഫ് അപ്രീസിയേഷൻ.
സ്വയം അഭിനന്ദിക്കുന്നത്. നാം നമ്മെ തന്നെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ മൊറാല് കൂടാനും അതുവഴി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചുകൂടി ഭംഗിയായി ചെയ്യാനായുള്ള ഒരു ആവേശം ലഭിക്കാനും അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ 25 സ്റ്റെപ്പുകളിലെ ഓരോന്നോരോന്ന് ചവിട്ടി കയറുമ്പോഴും സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. നിങ്ങൾക്ക് നിങ്ങളോടുള്ള സെൽഫ് പ്രൈഡ് കുറച്ചുകൂടി ഉയരട്ടെ. അതുവഴി നിങ്ങൾക്ക് സോഷ്യൽ ഫോബിയയെ അതിജീവിക്കാനുള്ള കുറച്ചുകൂടി ബലം ലഭിക്കാൻ സഹായകരമാവട്ടെ. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടാവുന്നതായി സ്വയം ഫീൽ ചെയ്തു തുടങ്ങും. ആ ഫീലിംഗ് എത്രയും വേഗം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അഞ്ചാമതായി ചെയ്യേണ്ടത് അപ്ലൈ 3 സെക്കൻഡ് റൂൾ. എന്താണ് 3 സെക്കൻഡ് റൂൾ? 3 സെക്കൻഡ് റൂൾ എന്നോട് അർത്ഥമാക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് അതെനിക്ക് ചെയ്യാൻ കഴിയുമോ, സമൂഹത്തിനിടയിലേക്ക് എനിക്ക് പോകാൻ കഴിയുമോ, ഗ്യാതറിങ്ങിനിടയിലേക്ക് ഞാൻ ചെന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഇത്തരത്തിലുള്ള ചിന്തകൾ ചിന്തിക്കാതെ എന്താണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് 3, 2, 1 എന്ന് കൗണ്ട് ചെയ്ത ശേഷം അത് ചെയ്യാനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. അപ്ലൈ 3 സെക്കൻഡ് റൂൾ. ആ 3 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്താണോ തീരുമാനിച്ചത് അത് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പെങ്കിലും എടുക്കുക. ഈ 3 സെക്കൻഡ് സമയം കൂടുതൽ ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രവർത്തിച്ച് തുടങ്ങാൻ സാധിക്കും. ഇങ്ങനെ പലതവണകളിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ അത് സഹായകരമാവുകയും ചെയ്യും. ആറാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ പോയിന്റ്, ഫീൽ യുവർ സെൽഫ് ആസ് എ പാർട്ട് ഓഫ് എ ടീം. ഒരു ടീമിന്റെ ഭാഗമാണ് നിങ്ങളെന്ന് ചിന്തിക്കുക. പലപ്പോഴും ഒറ്റപ്പെട്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം സമൂഹത്തെ ഭയപ്പെടുന്നത്. ഒരു ടീമിന്റെ ഭാഗമാണ് താനെന്നും ആ ടീമിലുള്ളവർ തന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ചുറ്റും നിൽക്കുന്നതുകൊണ്ടുള്ള തോന്നൽ 100% നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുകയും നിങ്ങളുടെ സോഷ്യൽ ഫോബിയെ അതിജീവിക്കാനായി ഹെൽപ്ഫുള്ളായി മാറുകയും ചെയ്യും. ടീമിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ എപ്പോഴും തയ്യാറാവുക എന്നുള്ളതാണ് അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ്. ഇതും സോഷ്യൽ ഫോബിയെ അതിജീവിക്കാൻ ഒരുപാട് നിങ്ങളെ സഹായിക്കും. സോഷ്യൽ ഫോബിയെ അതിജീവിക്കാനായി നാം ചെയ്യേണ്ട 6 കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1, അക്നോളജ് ആൻഡ് സെറ്റ് എ ഗോൾ. നിങ്ങൾക്ക് സോഷ്യൽ ഫോബി ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക. അംഗീകരിച്ച ശേഷം അതിനെ അതിജീവിക്കാനായി കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2, വിഷ്വലൈസ്. നിങ്ങൾ സോഷ്യൽ ഫോബിയെ അതിജീവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനായി സ്വയം മനസ്സിൽ കാണാനായി തയ്യാറാവുക. തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും മുൻപോട്ട് പോകുമ്പോൾ സാധ്യമാകും. സ്റ്റെപ്പ് നമ്പർ 3, നിങ്ങൾ കൃത്യമായ രീതിയിൽ ആക്ഷൻ എടുക്കുക. സ്റ്റാർട്ട് ആക്ഷൻ. നിങ്ങൾ ആക്ഷൻ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറാവുക. എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് സോഷ്യൽ ഫോബി ഉള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ പോയി ചെന്ന് നിൽക്കാൻ തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 4, സെൽഫ് അപ്രീസിയേഷൻ. നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ ഓരോ ഭയമുള്ള ഏരിയയിൽ ചെന്ന് നിൽക്കുമ്പോഴും സ്വയം അഭിനന്ദിക്കാൻ തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 5, അപ്ലൈ 3 സെക്കൻഡ് റൂൾ. 3, 2, 1 എന്ന് എണ്ണിയതിനു ശേഷം എന്താണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തത് അത് ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുക. കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ആൻഡ് ഫൈനലി സ്റ്റെപ്പ് നമ്പർ 6, നിങ്ങൾ ഒരു ടീമിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാവുക. അതുവഴി നിങ്ങൾക്ക് മനസ്സിന് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവാനും പേടിയുള്ള പല കാര്യങ്ങളെ അതിജീവിക്കാൻ അത് സഹായകരമായി തീരാനും കാരണമാകും. ഈ 6 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്താൽ തീർച്ചയായും സോഷ്യൽ ഫോബി ഇല്ലാത്ത ഉള്ളിലെ കഴിവുകൾ മികച്ച രീതിയിൽ തന്നെ പുറത്ത് കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ നിങ്ങൾക്ക് കഴിയും. ഈ 6 കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനും നിങ്ങൾക്കുള്ളിലെ ആ ഭയത്തെ അതിജീവിക്കാനും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം ചെയ്താൽ സോഷ്യൽ ഫോബിയെ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ അതെന്താണ് എന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.